സംശയിക്കണ്ട സർ. സാർ അനാവശ്യമായിട്ട് കസ്റ്റഡിയിലെടുത്ത വിദ്യാർത്ഥികളുടെ ഫ്രണ്ട് തന്നെയാ ഞാൻ. രണ്ടുപേരും എന്നെ ശരിക്കും കണ്ടോ? എന്നെ ശരിക്കും കണ്ടില്ലെന്നും പറഞ്ഞ് പിന്നീട് നിരാശപ്പെടരുത്. കണ്ടു മതിയായോ സർ? എന്താ സർ, ചുള്ളൻ നോട്ടമാണല്ലോ. പെണ്ണുങ്ങൾ ഇങ്ങനെയൊന്നും നോക്കല്ലേ സർ? അയ്യേ, ഈ സാറിനെ എവിടെയോ കണ്ട് നല്ല പരിചയം. അതെ. എസ്ഐയുടെ കൺട്രോൾ പോയെന്നാ തോന്നുന്നത്. ആള് ഫ്ലാറ്റായി. ആരത്തെ കണ്ടതോടെ എസിപ്പിയുടെ എസ്ഐയുടെ ഗ്യാസ് പോയി നിൽക്കും. ആ എസ് ആള് ശരിയല്ല. അയാളെ നോട്ടം കാണാൻ അറിയാം. എക്സ്ക്യൂസ് മീ സർ. സർ, എന്താ? ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് രണ്ടു വാക്ക് സംസാരിച്ചോട്ടെ സർ? പിന്നെന്താ, സംസാരിച്ചോളൂ. താങ്ക് യു സർ. സോറി സർ. ഇറ്റ്സ് ഓക്കെ. നീ വന്നില്ലായിരുന്നെങ്കിലേ ഞങ്ങളുടെ കാര്യം കട്ടപ്പുകയായേനെ. ആ, നിങ്ങളൊന്ന് ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. സാറേ, അവരാളത്ര ശരിയല്ല. ശരിക്കൊന്ന് ക്വസ്റ്റ്യൻ ചെയ്യണം. എന്നാ പലതും പുറത്തു വരും. ആ കാര്യം ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. ഓ സാർ, ആരതി നമ്മളെ കരുതി പോലെ ആളല്ല സാർ. താനെന്താ ആരതിയെ കുറിച്ച് കരുതിയത്? ഇത്രയും പ്രതീക്ഷിച്ചില്ല സാർ. എന്താ ഫിഗർ, എന്താ കളർ, ഒരു സിനിമ നടിയെ പോലെ ഇല്ലേ സാർ? എടോ, താൻ ആരതിയുടെ ഫിഗർ കണ്ട് വർണ്ണിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങോട്ട് വന്നേ? പോയി അവരെ വിളിച്ചോണ്ട് പാടോ. ശരി സാർ. അവളുമാരെ എല്ലാത്തിനും ഒരുമിച്ച് ക്വസ്റ്റ്യൻ ചെയ്യണം സാർ. ആ, ആരതി ഒരു സംഭവമാണല്ലോ. ആരതി, നീ ഭയങ്കര സുന്ദരിയാണല്ലോ. നിങ്ങളുടെ അത്രയും സൗന്ദര്യം എനിക്കുണ്ടോ? നിങ്ങളല്ലേ സുന്ദരിമാര്. ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും സുന്ദരി നീയാ. താങ്ക് യു. അല്ല, നീ മേക്കപ്പ് ചെയ്തിട്ടില്ലേ? സ്കിന്നൊക്കെ എത്ര സോഫ്റ്റാ. ഇത്രയും സോഫ്റ്റ് ആവാനേ നീ എന്താ ചെയ്യുന്നേ? ഞാനൊന്നും ചെയ്യാറില്ല. നിന്റെ കൈ നല്ല സോഫ്റ്റാ, അതുകൊണ്ടാ അങ്ങനെ തോന്നുന്നേ. നിന്നെ കണ്ടപ്പോ ഞങ്ങൾ കരുതി ഏതോ പോലീസ് മാഡം ആണെന്ന്. ആരവിന്റെ സുഹൃത്ത് ആരതിയാണ് നീയെന്ന് ഞങ്ങൾക്ക് മനസ്സിലായതേ ഇല്ല. നിങ്ങളെ എല്ലാവരെയും കുറിച്ചും ആരവെന്നോട് പറഞ്ഞതുകൊണ്ടാ എനിക്ക് നിങ്ങൾ മനസ്സിലായേ. നീ പേര് പറയുന്നതിന് മുമ്പ് ACPയോ SIയോ ഞങ്ങളോട് എന്തെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ പെട്ടുപോയേനെ. എന്നെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നോണ്ട് പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്കും പേടിയുണ്ടായിരുന്നു. ആരവ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടാ എന്നെ ഇങ്ങോട്ട് അയച്ചത്. നിങ്ങളുടെ പ്രതിസന്ധി അറിഞ്ഞ ഉടനെ ഞാൻ ഓടിപ്പാഞ്ഞെത്തുമായിരുന്നു. അല്ല, ഞങ്ങൾ ഇവിടേക്കാ വന്നേന്ന് നീയോ അറിവ് എങ്ങനെ അറിഞ്ഞേ? നിങ്ങൾ രാജപുരത്തേക്ക് വരുന്ന കാര്യം ആരവിന് അറിയായിരുന്നു.
അതുകൊണ്ടാണല്ലോ അവൻ എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. നിങ്ങളെ പോലീസ് കൊണ്ടുപോകുന്നത് ആരവ് കണ്ടിട്ടുണ്ടാവും. അവന് പോലീസിനടുത്തേക്ക് വരാനാവില്ലല്ലോ. ഞാൻ വരുന്നത് വരെ അവൻ അവിടെ കാത്തു നിൽക്കുമായിരുന്നു. അല്ല ആരവ എവിടെ? അതെ, നിങ്ങൾ ആരവന്റെ പേര് പതുക്കെ പറ. ഇത് പോലീസ് സ്റ്റേഷനാ. അവൻ എങ്ങോട്ടാ പോയത്? ഈ പരിസരത്ത് തന്നെ ഉണ്ടോ? ആ, അതെനിക്കറിയില്ല. എന്നെ ഇവിടെ എത്തിച്ചിട്ട് അവൻ എങ്ങോട്ടോ പോയി. ഇപ്പൊ പ്രധാനം നിങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുന്ന പോലീസിന്റെ സംശയം മാറ്റുക എന്നുള്ളതാ. ആ കാര്യം ഞാൻ ഏറ്റു. എന്തായാലും ഞങ്ങള് വല്ലാത്തൊരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ പെട്ടപ്പോ നീ വന്ന് രക്ഷിച്ചല്ലോ. നന്ദിയുണ്ട്. താങ്ക്സ് ആരതി. നീ വന്നില്ലായിരുന്നുവെങ്കിലേ ഞങ്ങളുടെ ഭാവി എന്താവൂന്ന് പറയാൻ കഴിയില്ലായിരുന്നു. വിഷമിക്കണ്ട. ഇനി ആ ടെൻഷനൊന്നും വേണ്ട. എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പുറത്തു പോണം. ACP അത്ര പെട്ടെന്ന് നമ്മളെ വിട്ടയക്കോ? എന്താ സാറേ, പെൺപിള്ളേരെ കാണാത്ത പോലൊരു നോട്ടൊക്കെ? ആരതി? ആരതിക്ക് എന്താ സാറേ? ആരതിയെ സാറ് നല്ലതുപോലെ കണ്ടില്ലായിരുന്നോ? അല്ല, അത് ആരതി ഉദ്ദേശിച്ച ആള് തന്നെയാണോ നിങ്ങളെന്ന് അറിയാൻ വേണ്ടി വന്നതാ. അത് കുറച്ചു മുമ്പേ സാറിന് മനസ്സിലായതല്ലേ, പിന്നെന്താ സംശയം? എന്റെ ഫ്രണ്ട്സിനെ കണ്ട എനിക്കറിയില്ലേ സാറേ? മതി, ഇത്ര അറിഞ്ഞാ മതി. നിങ്ങളെല്ലാരെയും ACP സാർ വിളിക്കുന്നു. വാ. ശരി. ആരതിയെ പറ്റി ഇവർ 5 പേരും പറഞ്ഞതെല്ലാം ശരിയാണെന്നാണോ ആരതി സമ്മതിക്കുന്നത്? ആരതി അക്കാര്യം സമ്മതിച്ചരുത്. നിങ്ങൾക്ക് സംസാരിക്കാൻ അവസരം തരാം. ഇപ്പൊ ഞാൻ സംസാരിക്കില്ലേ? ആരതിയും ഇവരും തമ്മിൽ പരിചയപ്പെട്ടത് എങ്ങനെയാണെന്ന് ഇവർ പറഞ്ഞത് ശരിയാണോ? ശരിയാണ് സർ. അല്ല, ഇവരെന്താ പറഞ്ഞതെന്ന് ആരതിക്ക് അറിയോ? നമ്മളെന്താ പറഞ്ഞത്? മിണ്ടാതിരിക്കണേ.